Guys, my name is Ashik Ilahi. I'm a spoken English trainer at Waco Learning. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രിപ്പോസിഷൻസിനെ പറ്റി പറഞ്ഞു. പക്ഷെ നമ്മൾ പറഞ്ഞത് പ്രിപ്പോസിഷൻസ് ഓഫ് പ്ലേസസ് ആയിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് പ്രിപ്പോസിഷൻസ് ഓഫ് ടൈം, സമയത്തെ പറ്റിയുള്ള പ്രിപ്പോസിഷൻസ് ആണ്. അതെങ്ങനെ യൂസ് ചെയ്യുക? പ്രിപ്പോസിഷൻസ് ഓഫ് ടൈം ഷോ when something happens. ആ സംഗതി എപ്പോഴാണ് നടന്നതെന്നാണ് ടൈമിനെ പറ്റിയുള്ള പ്രിപ്പോസിഷൻസ് നമുക്ക് കാണിച്ചു തരുന്നത്. ദ മോസ്റ്റ് കോമൺ ആർ ഇൻ, ഓൺ ആൻഡ് അറ്റ്. മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ടൈമിനെ പറ്റിയിട്ടുള്ള പ്രിപ്പോസിഷൻസ് ഇൻ ഉണ്ട്, ഓൺ, അതുപോലെ തന്നെ അറ്റ്. സോ നമുക്ക് ഇന്ന് അതിനെ പറ്റി എന്ത് ചെയ്യാം? ചർച്ച ചെയ്യാം. പ്രിപ്പോസിഷൻസ് ഓഫ് ടൈമിനെ പറ്റിയാണ് നമ്മളിന്ന് പറയുന്നത്. നമ്പർ 1 ആയിട്ടുള്ളത് ഇൻ ആണ്. യൂസ്ഡ് ഫോർ ലോങ് പീരീഡ്സ്. ദീർഘമായിട്ടുള്ള കാലയളവിനെ പറ്റി പറയാൻ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ആണ് ഇൻ. അത് യൂസ് ചെയ്യുന്നത് എന്തിനാ നോക്കാം. യൂസ് ഇൻ ഫോർ മന്ത്സ്, മാസങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇയേഴ്സ്, വർഷങ്ങളെ പറ്റി പറയാൻ. സെഞ്ചുറീസ്, നൂറ്റാണ്ടുകളെ പറ്റി പറയാൻ. ആൻഡ് ലോങ് പീരീഡ്സ്, ദീർഘമായിട്ടുള്ള കാലയളവിനെ പറ്റി പറയാനൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്താൽ മതി? ഇൻ യൂസ് ചെയ്താൽ മതി. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഐ വാസ് ബോൺ ഇൻ ജനുവരി. ഞാൻ ജനിച്ചത് ജനുവരിയിലാണ്. ഇവിടെ മാസത്തെ പറ്റി പറഞ്ഞത് എങ്ങനെയാ? ഇൻ ഉപയോഗിച്ചിട്ടാണ്. അടുത്ത് പറയാം, ഷീ മൂവ്ഡ് ഹിയർ ഇൻ 2010. അവൾ ഇവിടേക്ക് മാറിയത് എന്നാണ്? 2010. വർഷത്തെ പറ്റി പറഞ്ഞു 2010. അവിടെ ഉപയോഗിച്ചത് എന്താ? ഇൻ എന്ന പ്രിപ്പോസിഷൻ ആണ്. People traveled on horses in the 18th century. ജനങ്ങള് സഞ്ചരിച്ചത് കുതിരപ്പുറത്തായിരുന്നു എന്ന് in the 18th century, 18ാം നൂറ്റാണ്ടിൽ. അവിടെ നൂറ്റാണ്ടിനെ പറ്റി പറഞ്ഞു, ഉപയോഗിച്ച പ്രിപ്പോസിഷൻ ഇൻ ആയിരുന്നു. അതുപോലെ തന്നെ will go on vacation in summer. ഞങ്ങൾ വെക്കേഷന് പോകും. എപ്പോ? സമ്മറിലാണ് ഞങ്ങൾ വെക്കേഷന് പോവുക. സമ്മറിൽ ഒരു ദീർഘമായിട്ടുള്ള കാലയളവിനെ പറ്റി പറയുമ്പോഴും അവിടെ നമ്മൾ യൂസ് ചെയ്തത് ഇൻ ആണ്. സോ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന മാസങ്ങളെ പറ്റി പറയാന്, വർഷങ്ങളെ പറ്റി പറയാന്, നൂറ്റാണ്ടുകളെ പറ്റി പറയാൻ, അതുപോലെ തന്നെ ലോങ് പീരീഡ്സ്, ദീർഘമായിട്ടുള്ള കാലയളവുകളെ പറ്റി പറയാനാണ് ഇൻ യൂസ് ചെയ്യേണ്ടത്. സോ ദാറ്റ്സ് ഇറ്റ്. പ്രിപ്പോസിഷൻസ് ഓഫ് ടൈമില് രണ്ടാമത് വരുന്ന ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ടുള്ള പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് ഓൺ ആണ്. നമ്മൾ ഇന്ന് പറഞ്ഞപ്പോൾ മാസങ്ങള്, വർഷങ്ങള്, നൂറ്റാണ്ടുകള്, ദീർഘമായിട്ടുള്ള കാലയളവുകളെ പറ്റിയാണ് പറഞ്ഞത്. ഓൺ പറയുമ്പോൾ കുറച്ചും കൂടി ചുരുങ്ങി. യൂസ് ഫോർ സ്പെസിഫിക് ഡേയ്സ് ആൻഡ് ഡേറ്റ്സ്. പ്രത്യേകമായിട്ടുള്ള ദിവസങ്ങൾക്കും അതുപോലെ തന്നെ തീയതികൾക്കുമാണ് ഓൺ യൂസ് ചെയ്യുക. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഐ ഹാവ് എ മീറ്റിംഗ് ഓൺ മൺഡേ. എനിക്ക് എന്തുണ്ട്? തിങ്കളാഴ്ച ഒരു മീറ്റിംഗ് ഉണ്ട്. അവിടെ ആ സ്പെസിഫിക് ആയിട്ടുള്ള ഡേക്ക് നമ്മൾ ഉപയോഗിച്ചത് ഓൺ എന്ന പ്രിപ്പോസിഷൻ ആണ്. Her birthday is on July 5th. ജൂലൈ 5-ാം തീയതിയാണ് അവളുടെ ബർത്ത്ഡേ. സോ അവിടെ നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ഡേറ്റ് ആണ് അവിടെ നമ്മൾ യൂസ് ചെയ്ത പ്രിപ്പോസിഷൻ ഓൺ. ചില പ്രത്യേകമായിട്ടുള്ള സ്പെസിഫിക് ഒക്കേഷൻസ് ഉണ്ടാവില്ലേ? ഉദാഹരണത്തിന് പ്രത്യേകമായിട്ടുള്ള ദിനങ്ങള്, സുദിനങ്ങള്, സാഹചര്യങ്ങള്, അവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ഓൺ യൂസ് ചെയ്യാൻ പറ്റും. We met on Christmas Eve. ക്രിസ്മസിന്റെ രാത്രിയാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത്. അവിടെ നമ്മൾ യൂസ് ചെയ്ത പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് ഓൺ ആണ്. സോ ഓൺ നമ്മൾ ഇന്നേക്കാൾ കുറച്ചും കൂടി സ്പെസിഫിക് ആക്കി യൂസ് ചെയ്യുന്നു. മോസ്റ്റ് കോമൺ ആയിട്ടുള്ള പ്രിപ്പോസിഷൻസ് രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു. അവസാനത്തേത്, മൂന്നാമത്തെ ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ടുള്ളത് അറ്റ് ആണ്. അത് നമ്മൾ ഇന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ ഓൺ പറയുന്നത് പോലെ തന്നെ അറ്റ് പറയുമ്പോൾ കുറച്ചുകൂടി ചുരുങ്ങി, കാലയളവ് ചുരുങ്ങി, സമയത്തിന്റെ കാലവും ചുരുങ്ങി. യൂസ് ഫോർ എക്സാക്ട് ടൈംസ് ആൻഡ് ഷോർട്ട് പീരീഡ്. കൃത്യമായിട്ടുള്ള സമയത്തെ പറ്റി പറയാൻ യൂസ് ചെയ്യുന്നു. ആൻഡ് ഷോർട്ട് പീരീഡ്സ്. പിന്നെ എന്തിനു യൂസ് ചെയ്യുന്നു? ചെറിയ കാലയളവിനെ പറ്റി പറയാനും അറ്റ് യൂസ് ചെയ്യുന്നു. ഇന്ന് പറയുമ്പോൾ ദീർഘമായിട്ടുള്ള കാലയളവായിരുന്നു. ഓണിലേക്ക് വന്നോ കുറച്ചുകൂടി ചുരുങ്ങി, ദിവസങ്ങളെ പറ്റി പറയാനായി. അറ്റിലേക്ക് പറയുമ്പോൾ കുറച്ചും കൂടി ചുരുങ്ങി, എക്സാക്റ്റ് ആയിട്ടുള്ള ടൈമിനെ പറ്റി പറയാനായി. എക്സാമ്പിൾസ് നോക്കാം. ദ ക്ലാസ് സ്റ്റാർട്ട്സ് അറ്റ് 9 AM. ക്ലാസ് തുടങ്ങുന്നത് അല്ലെങ്കിൽ തുടങ്ങാറുള്ളത് 9 മണിക്ക്, രാവിലെ 9 മണിക്കാണ്. അവിടെ ആ കറക്റ്റ് ടൈമിന് നമ്മൾ പറഞ്ഞ പ്രിപ്പോസിഷൻ അറ്റ് ആണ്. അതുപോലെ തന്നെ ഷീ ഗോസ് ടു ബെഡ് അറ്റ് നൈറ്റ്. അവള് ഉറങ്ങാൻ പോകുന്നത് രാത്രിയാണ്. രാത്രി അവർ ഉറങ്ങാൻ പോകാറുണ്ട്. അവിടെ അറ്റ് നൈറ്റ് എന്ന് പറയുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഷോർട്ട് ആയിട്ടുള്ള പീരീഡ് നമ്മൾ എന്ത് പറഞ്ഞു? അറ്റ് ഉപയോഗിച്ചിട്ട് പ്രിപ്പോസിഷൻ പറഞ്ഞു. ദ ട്രെയിൻ അറൈവ്സ് അറ്റ് നൂൺ. ഉച്ചയ്ക്കാണ് ട്രെയിന് വരാറുള്ളത് അല്ലെങ്കിൽ വരുന്നത്. അവിടെയും അറ്റ് നൂൺ, ഷോർട്ട് പീരീഡ് ആണ്. നൂണിന് അറ്റ് ഉപയോഗിച്ചു. വി വിൽ മീറ്റ് അറ്റ് ദ വീക്കെൻഡ്. നമ്മള് വീക്കെൻഡില് നമ്മൾ എന്ത് ചെയ്യും? കാണും. അറ്റ് ദ വീക്കെൻഡ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷിലാണ് കേട്ടോ. അമേരിക്കൻ ഇംഗ്ലീഷില് വിൽ മീറ്റ് ഓൺ ദ വീക്കെൻഡ് എന്നാ പറയാ. അറ്റ് ദ വീക്കെൻഡ്
ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ്, ഓൺ ദ വീക്കെൻഡ് അമേരിക്കൻ ഇംഗ്ലീഷ് ആണ്. സോ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ബാക്കി എല്ലാ സ്ഥലത്തും സ്പെസിഫിക് ആയിട്ടുള്ള എക്സാക്റ്റ് ആയിട്ടുള്ള ടൈം ആവട്ടെ അല്ലെങ്കിൽ ഷോർട്ട് പീരീഡ് ആവട്ടെ പറയുന്നതെങ്കിൽ തൊട്ടു മുന്നേ പ്രിപ്പോസിഷൻസ് ആയിട്ട് അറ്റ് എന്നുള്ള പ്രിപ്പോസിഷൻ ആണ് കൊണ്ടുവരേണ്ടത്. സോ ദാറ്റ്സ് ഇറ്റ്. ഇനിയും ഒരുപാട് പ്രിപ്പോസിഷൻസ് ഓഫ് ടൈം ഉണ്ട്. ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്യാം അത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മൾ പ്രിപ്പോസിഷൻസ് ഓഫ് ടൈമിൽ കോമൺ ആയിട്ടുള്ള 3 പ്രിപ്പോസിഷൻസ് പറഞ്ഞു, ഇൻ, ഓൺ, അറ്റ്. ഇനിയും പ്രിപ്പോസിഷൻസ് ഓഫ് ടൈം ഉണ്ട്, പക്ഷെ അത് കോമൺ ആയിട്ട് നമുക്ക് എണ്ണാൻ പറ്റില്ല. ബട്ട് പ്രിപ്പോസിഷൻസ് ഓഫ് ടൈം ആണ്. അതിൽപ്പെട്ടതാണ് ബിഫോർ. ബിഫോർ എന്ന് യൂസ് ചെയ്യുക ഏർലിയർ ദാൻ ടൈം, ഒരു ടൈമിനേക്കാൾ മുന്നേ, ഒരു സാഹചര്യത്തെക്കാൾ, ഒരു സന്ദർഭത്തെക്കാൾ മുന്നേ എന്ന് പറയാൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ബിഫോർ യൂസ് ചെയ്യാം. എക്സാമ്പിൾ ആയിട്ട് ഐ വേക്ക് അപ്പ് ബിഫോർ 6 AM. ഞാൻ 6 മണിക്ക് മുന്നേ എഴുന്നേൽക്കാറുണ്ട്, എഴുന്നേൽക്കുന്നു. അവിടെ 6 മണി എന്ന സമയത്തെക്കാൾ മുന്നേ എന്ന് യൂസ് ചെയ്യുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ബിഫോർ ആണ്. പിന്നെ നമ്മൾ അടുത്ത പ്രിപ്പോസിഷൻ ആണ് ആഫ്റ്റർ എന്നുള്ളത്. ലേറ്റർ ദാൻ എ ടൈം ഓർ ഇവന്റ്, ഒരു സമയത്തേക്കാൾ അല്ലെങ്കിൽ ഒരു സാഹചര്യവും സന്ദർഭത്തേക്കാൾ ശേഷമായിട്ട് നടക്കുന്ന കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ അവിടെ ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻസ് ഓഫ് ടൈമിൽ പെട്ടതാണ് ആഫ്റ്റർ. എക്സാമ്പിൾ ആയിട്ട് we will have lunch after the meeting. മീറ്റിംഗ് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ലഞ്ച്, ഉച്ചഭക്ഷണം കഴിക്കാം. സോ ഒരു മീറ്റിംഗ് എന്ന് പറയുന്ന ഒരു സാഹചര്യം, അതിനുശേഷം എന്ന് പറയാൻ ഉപയോഗിക്കുന്നത് പറയുമ്പോൾ ആഫ്റ്റർ എന്ന പ്രിപ്പോസിഷൻ നമ്മൾ ഉപയോഗിച്ചു. പിന്നെ അടുത്തതാണ് ബൈ. നോ ലേറ്റർ ദാൻ എ ടൈം, ഒരു ടൈമിനേക്കാൾ കൂടുതലധികം വൈകാതെ എന്ന് പറയാൻ ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷനാണ് ബൈ. ഫിനിഷ് യുവർ വർക്ക് ബൈ മൺഡേ, തിങ്കളാഴ്ചക്കുള്ളിൽ നീ നിന്റെ വർക്ക് ഫിനിഷ് ചെയ്യണം, ഫിനിഷ് ചെയ്യട്ടോ. സോ ഇതൊരു ടൈമിനേക്കാൾ വൈകാതെ എന്ന് ഉപയോഗിക്കുമ്പോൾ ബൈ നമ്മൾ യൂസ് ചെയ്തു. അതുപോലെ തന്നെയാണ് അൺടിൽ, ടിൽ. അത് ഉപയോഗിക്കുന്ന അപ് ടു എ സർട്ടൈൻ ടൈം, ഒരു നിശ്ചിത സമയം വരെ എന്ന് പറയാൻ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ആണ് അൺടിൽ ആൻഡ് ടിൽ. എക്സാമ്പിൾ ആയിട്ട് ഷി വിൽ സ്റ്റേ അൺടിൽ 5 PM. അവള് 5 മണി വരെ എന്ത് ചെയ്യും? ഷി വിൽ സ്റ്റേ, നിൽക്കും, താമസിക്കും. 5 മണി വരെ അവർ താമസിക്കും അല്ലെങ്കിൽ നിൽക്കും. സിൻസും അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രിപ്പോസിഷൻ ആണ്. പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ്? ഫ്രം എ സ്പെസിഫിക് ടൈം, ഒരു നിശ്ചിത, ഒരു പ്രത്യേക സമയം മുതൽ എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ആണ് സിൻസ് എന്നുള്ളത്. ഉദാഹരണത്തിന് എക്സാമ്പിൾ ആയിട്ട് ഐ ഹാവ് ബീൻ ലിവിങ് ഹിയർ സിൻസ് 2015. 2015 മുതൽ ഞാൻ ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ഉപയോഗിച്ച പ്രിപ്പോസിഷൻ ആണ് സിൻസ് എന്നുള്ളത്. അതുപോലെ തന്നെ അടുത്തൊരു പ്രിപ്പോസിഷൻ ആണ് ഫോർ. അത് ഡ്യൂറേഷൻ ഓഫ് ടൈം, ഇത്ര കാലമായി, ഇത്ര കാലം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ആണ് ഫോർ എന്നുള്ളത്. എക്സാമ്പിൾ ആയിട്ട് we stayed there for 2 weeks. ഞങ്ങൾ 2 ആഴ്ച അവിടെ തങ്ങി, അവിടെ താമസിച്ചു. അവിടെ 2 ആഴ്ച എന്ന് ഉപയോഗിക്കുമ്പോൾ 2 ആഴ്ചയോളം എന്ന് പറയുന്ന ഒരു കാലയളവ് നമ്മൾ പറയുന്നുണ്ട്. അതിന് ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ആണ് ഫോർ എന്നുള്ളത്. അവസാനമായിട്ട് പ്രിപ്പോസിഷൻസ് ഓഫ് ടൈമിൽ വരുന്നതാണ് ഡ്യൂറിങ്. ഹാപ്പനിങ് വിത്തിൻ എ പീരീഡ്, ഒരു കാലയളവിനുള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ആണ് ഡ്യൂറിങ്. നോട്ട് ടോക്കിംഗ് ഡ്യൂറിങ് ദ മൂവി, എന്തില്ല? സംസാരമില്ല ഡ്യൂറിങ് ദ മൂവി. സിനിമക്കിടയിൽ സംസാരമില്ല, സിനിമക്കിടയിൽ സംസാരമില്ല, അതിനിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുന്ന പ്രിപ്പോസിഷൻ ആണ് ഡ്യൂറിങ് എന്നുള്ളത്. സോ ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് പ്രിപ്പോസിഷൻസ് ഓഫ് ടൈമിനെ പറ്റിയിട്ടാണ്. നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് പറഞ്ഞു ഇൻ വരും, ഓൺ വരും, അറ്റ് വരും. പിന്നെ നമ്മൾ പറയുന്ന പ്രിപ്പോസിഷൻസ് ആണ് ബിഫോർ, ആഫ്റ്റർ, അതുപോലെ തന്നെ ബൈ, അൺടിൽ, ടിൽ, സിൻസ്, ഫോർ ആൻഡ് ഡ്യൂറിങ്. ഈ പറയുന്ന പ്രിപ്പോസിഷൻസ് എല്ലാം ടൈമിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇതുപോലെയുള്ള പ്രിപ്പോസിഷൻസിനെ പറ്റിയുള്ള വീഡിയോസ് ഞാൻ മുമ്പ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ അതിൽ പ്രിപ്പോസിഷൻസ് ഓഫ് പ്ലേസസ് ആയിരുന്നു. ഇത് പ്രിപ്പോസിഷൻസ് ഓഫ് ടൈം. ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഡു ഫോളോ അവർ യൂട്യൂബ് ചാനൽ വാക്വോ ലേണിംഗ് LLP. So that's it and thank you for watching. Bye. Vakvo Learning. Dare to learn differently.